Hey guys, so recently ഞാൻ BMW G310 GS 2024 മോഡൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പോസ്റ്റ് ഞാൻ ഇട്ട സമയത്ത് കുറേ ആൾക്കാർ അതിൽ കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ആൻഡ് കുറേ ആൾക്കാർ ഡൗട്ട്സും ചോദിച്ചിട്ടുണ്ട്. എക്സാക്ട്ലി ഒരു മാസമായി കഴിഞ്ഞു ഞാൻ ആ ഒരു വണ്ടി പർച്ചേസ് ചെയ്തിട്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്ന് BMW G310 GS 2024 വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, ആൻഡ് ഒരു മാസത്തിന് ശേഷം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിയുമ്പോഴാണ് ഫസ്റ്റ് സർവീസ് വരുന്നത്. ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞ സ്ഥിതിക്ക് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിരിക്കുവാണ്. സോ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എത്രയാണ് വരുന്നതെന്നും, പ്ലസ് ഈ ഒരു വണ്ടി നിങ്ങൾ മേടിക്കുന്ന സമയത്ത് നിർബന്ധമായും വെച്ചിരിക്കേണ്ട ആക്സറീസ്, ആൻഡ് ഞാൻ യൂസ് ചെയ്യുന്ന എന്തൊക്കെ ആക്സറീസ് ആണ്, അതിൻ്റെ പ്രൈസ് ഒക്കെ എത്രയാണ്, ആൻഡ് ടോട്ടൽ ബൈക്കിൻ്റെ ആ ഒരു വാല്യൂ എത്രയാണ് വരുന്നത്, ഈ കാര്യങ്ങളെല്ലാമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒന്നും പറയുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആക്സറീസ് ആണ് ഇതിന് മേടിച്ച് വെക്കേണ്ടത്, ആൻഡ് എത്രയൊക്കെ ആയിരിക്കും അതിൻ്റെ ബഡ്ജറ്റ് വരുന്നത്, നിങ്ങൾ എത്ര രൂപയോളം ആക്സറീസിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നിങ്ങനത്തെ കാര്യങ്ങളുടെ ഒരു റഫ് ഐഡിയ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. സോ ഞാൻ ഈ വണ്ടി പർച്ചേസ് ചെയ്തത് ബാംഗ്ലൂരിലുള്ള BMW ഷോറൂമിൽ നിന്നാണ്. JSP മോട്ടോറാഡ് എന്നാണ് ആ ഒരു BMW ഷോറൂമിൻ്റെ പേര്, കോരമംഗലിലാണ്. അപ്പോൾ ഞാൻ വണ്ടി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ വണ്ടിയുടെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 3,36,000 ആണ്. പിന്നെ നമ്മൾ രജിസ്ട്രേഷനും റോഡ് ടാക്സും നോക്കുവാണെങ്കിൽ ഏകദേശം 79,633 റുപ്പീസ് വരുന്നുണ്ട്. ഇൻഷുറൻസ് 18,940 റുപ്പീസ് വരുന്നുണ്ട്. സോ ഇതൊക്കെ ചേർത്ത് നിങ്ങൾക്ക് ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 4,34,575 റുപ്പീസാണ്. ഇനി BMW ഒരു വണ്ടി നിങ്ങൾ മേടിക്കുന്ന സമയത്ത് 3 വർഷത്തേക്ക് അവർ ഓൾറെഡി വാറണ്ടി തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ഇയേഴ്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ എക്സ്ട്രാ ഒരു അഡീഷണൽ 2 ഇയേഴ്സിന് 5,999 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ 5 ഇയേഴ്സ് കിട്ടും. അപ്പോൾ അതും കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ ഏകദേശം 4,40,574 റുപ്പീസാണ് ഇതിൻ്റെ ടോട്ടൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ എപ്പോഴും ഒരു ബൈക്ക് മേടിക്കുമ്പോൾ ഒരു 2 ലക്ഷത്തിൻ്റെ ബൈക്കാണ് നിങ്ങൾ മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു 50,000 അല്ലെങ്കിൽ 1 lakh റുപ്പീസോളം എക്സ്ട്രാ ബഫർ വെക്കണം. എന്തിനാണ്? നിങ്ങൾക്ക് ആക്സറീസ് മേടിക്കാനും പ്ലസ് നിങ്ങളുടെ സേഫ്റ്റി ഗിയേഴ്സ് മേടിക്കാനും. കാരണം പല ആൾക്കാരും ബൈക്ക് മേടിക്കുന്ന സമയത്ത് ബൈക്ക് ഒരു 2 lakh 3 lakh കൊടുത്ത് മേടിക്കുമെങ്കിലും ആക്സറീസിൽ ചിലവാക്കാനായിട്ട് മടിക്കും. സോ നിങ്ങളുടെ ബൈക്ക് നിങ്ങൾ മേടിച്ച് ഗരാജിൽ കിടന്നിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നതെങ്കിൽ ബൈക്ക് വാങ്ങിക്കുന്നതുകൊണ്ട് കാര്യമില്ല. സോ ഒരു നല്ല ഗിയറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കാര്യമായിട്ടുള്ള കാര്യമാണ്. സോ അതിന് നിങ്ങൾ പൈസ മാറ്റി വെക്കണം. സോ ബേസിക്കലി വണ്ടി എടുത്ത സമയത്ത് BMW ഷോറൂമിൽ നിന്ന് തന്നെ എനിക്ക് ആക്സറീസ് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നോട്ടീസ് ചെയ്യേണ്ടത്, BMW ഷോറൂമിൽ നിന്നാണ് നിങ്ങൾ ആക്സറീസ് ചെയ്യുന്നതെങ്കിൽ നല്ല കത്തിയാണ് അവിടെ. സോ ഞാൻ അവിടെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരേ ഒരു ആക്സറി എന്ന് പറയുന്നത് USB ചാർജർ മാത്രമാണ്. കാരണം ബാറ്ററി ബന്ധപ്പെട്ട കാര്യങ്ങൾ എനിക്ക് പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ വലിയ താല്പര്യമില്ല. എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലയിലാവും. സോ അത് ഷോറൂമുകാരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു. ഒരു USB ചാർജിങ് സോക്കറ്റ് വെച്ചു. ആ ഒരു ഒറ്റ സോക്കറ്റിന് ഏകദേശം 2,776.50 റുപ്പീസാണ് വന്നത്. പുറത്തുനിന്ന് ചെയ്താൽ നിങ്ങൾക്ക് ചീപ്പായിട്ട് കിട്ടുമായിരിക്കും. ബട്ട് ഷോറൂമിൽ നിന്ന് ആ ഒരു കാര്യം ചെയ്തുകൊണ്ട് ഇത്ര ഒരു പ്രൈസ് ആയി. പക്ഷേ ആ ഒരു ആക്സറി മാത്രമേ ഞാൻ ഷോറൂമിൽ നിന്ന് ചെയ്തുള്ളൂ. ബാക്കി ഏകദേശം 15ഓളം ആക്സറീസ് ഞാൻ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അതെല്ലാം പുറത്തു നിന്നും പല സ്ഥലത്തു നിന്നൊക്കെ പർച്ചേസ് ചെയ്തിട്ടാണ് ചെയ്തത്. ഈ വണ്ടി പ്രൈമറി ആയിട്ട് മേടിക്കുന്ന സമയത്ത് ഇതിൻ്റെ ബോഡി ഇത് അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള വണ്ടിയാണെങ്കിലും ഒന്നും മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രശ്നം വരാൻ പോകുന്നത് നിങ്ങളുടെ ടാങ്കും അതേപോലെ എഞ്ചിൻ്റെ ഭാഗത്തുമാണ്. അതുകൊണ്ട് തന്നെ ഒരു ടാങ്ക് ഗാർഡ് അല്ലെങ്കിൽ എഞ്ചിൻ ഗാർഡ്, ഒരു ക്രാഷ് ഗാർഡ് നിർബന്ധമായിട്ടും വെക്കണം. ക്രാഷ് ഗാർഡ് 2 രീതിയിൽ വരും. ഒന്ന് നിങ്ങളുടെ ടാങ്കിന് മാത്രം ഗാർഡ് ചെയ്യുന്ന ഒരു അപ്പർ ക്രാഷ് ഗാർഡ് വരും. പിന്നെ നിങ്ങളുടെ എഞ്ചിനെ ഗാർഡ് ചെയ്യുന്ന ലോവർ ക്രാഷ് ഗാർഡ് വരും. ഇത് കോംബോ ആയിട്ട് മേടിക്കാനായിട്ട് കിട്ടും. സോ ഞാൻ കോംബോ ആയിട്ടാണ് വാങ്ങിച്ചത്. ഈ ഒരു ക്രാഷ് ഗാർഡിൻ്റെ പേര് ഡീമൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ മാറ്റ് ഫിനിഷ് ക്രാഷ് ഗാർഡ് എന്നാണ്. ഇതിന് ഏകദേശം ഒരു 20,999 റുപ്പീസാണ് ഈ ഒരു സാധനത്തിന് പ്രൈസ് വന്നത്. പക്ഷേ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യം നല്ല ലുക്കും കൊടുക്കുന്നുണ്ട്, നല്ല കട്ടിയുണ്ട്, നല്ല സ്റ്റെയിൻലെസ് സ്റ്റീലും ആണ്. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വരില്ല എന്നുള്ളതുകൊണ്ടാണ് ഇതിനൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണക്കാക്കി വെച്ചത്. ഇനി നോർമലി ഈ ഒരു വണ്ടിയുടെ താഴ്ഭാഗത്തായിട്ട് ഒരു ഓയിലൊക്കെ ഇരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ബാഷ് പ്ലേറ്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അത് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരിക്കും. ആ ഒരു ബാഷ് പ്ലേറ്റ് പ്ലാസ്റ്റിക്കിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ മെറ്റലായിട്ട് വെക്കുന്നതാണ്. സോ ഞാൻ വെച്ചിരിക്കുന്ന ഒരു സിൽവർ കളർ അലുമിനിയം ബാഷ് പ്ലേറ്റ് ആണ്. ഓൾറെഡി അത് മൊത്തം അഴുക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ കണ്ടാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് എന്ന്. ഇതിന് ഏകദേശം 3,999 റുപ്പീസാണ് വന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഏറ്റവും മുകളിലായിട്ട് റേഡിയേറ്റർ ഉണ്ട്. ഈ ഒരു റേഡിയേറ്ററിലേക്കും വല്ല റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് കല്ലോ കുപ്പിച്ചില്ലോ എന്തെങ്കിലുമൊക്കെ തെറിച്ച് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. സോ ഒരു റേഡിയേറ്റർ ഗ്രില്ല് അല്ലെങ്കിൽ റേഡിയേറ്റർ ഗാർഡും മസ്റ്റായിട്ട് വെക്കേണ്ടതാണ്. ഞാൻ വെച്ചിരിക്കുന്നത് മോട്ടോ ടോർക്ക് അഥവാ MT എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ റേഡിയേറ്റർ ഗാർഡാണ്. സിൽവർ കളറിലാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 2,699 റുപ്പീസാണ്.
ഇനി നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു വീഴ്ച വരുവാണെങ്കിൽ ഏറ്റവും ആദ്യം നിങ്ങളുടെ ഫിംഗേഴ്സ് ആണ് മുട്ടുന്നത്. സോ ഫിംഗേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ് വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒടിയുന്നത് നിങ്ങളുടെ ബ്രേക്കും ക്ലച്ച് ലിവർ ആയിരിക്കും. അതുകൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടൊരു ഹാൻഡ് ഗാർഡ് നിർബന്ധമാണ്. ആൻഡ് ചാത്തൻ കമ്പനികളുടെ ഹാൻഡ് ഗാർഡ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാൻഡ് ഗാർഡ് ഉൾപ്പെടെ നിങ്ങളുടെ ക്ലച്ച് ബ്രേക്കിൻ്റെ ലിവറൊക്കെ പൊട്ടാം. ഞാൻ വെച്ചിരിക്കുന്നത് ബാക്ക് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഈ ഒരു ബാക്ക് ബസ്റ്റേഴ്സ് 2 പീസിലാണ് വരുന്നത്. ഫ്രണ്ടിൽ കാണുന്ന ഒരു വൈറ്റ് കളർ സാധനമില്ലേ, ഇതിന് ഹാൻഡ് ഗാർഡ് എന്നും അതേപോലെ തന്നെ ആ ഗാർഡ് മൗണ്ട് ചെയ്യാനായിട്ട് ഒരു മെറ്റാലിക് ഒരു സാധനവും കൂടി ഉണ്ട്. അത് മാത്രമായിട്ട് വെക്കുന്നവരുണ്ട്. കുറച്ചുകൂടി ആ ഒരു വിൻഡ് പ്രൊട്ടക്ഷനും എസ്തെറ്റിക്കലി പ്ലീസിങ് ആവാനായിട്ട് ഈ ഒരു ബാക്ക് ബസ്റ്റേഴ്സിൻ്റെ കവറും കൂടെ വെക്കാറുണ്ട്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യണം. സോ മൗണ്ട് മാത്രമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ അതിന് ഏകദേശം 9000 റുപ്പീസാണ് വരുന്നത്. പ്ലസ് അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഗാർഡും കൂടി വയ്ക്കുവാണെങ്കിൽ ആ ഒരു ഗാർഡിന് ഏകദേശം 4000 റുപ്പീസാണ് വരുന്നത്. സോ ടോട്ടൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒരു 13,000 റുപ്പീസോളം വരും. സോ ആ ഒരു കാര്യം എന്ന് പറയുന്നത് റിയലി നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇനി ലോങ് റൈഡൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാലെപ്പോഴും വണ്ടിയിലെ ഫുഡ് പെഗിൽ റെസ്റ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. സോ അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാലിൻ്റെ സൈസ് വലുതാണ്. ഏകദേശം 11 എൻ്റെ കാലിൻ്റെ സൈസ്. ആ ഒരു 11 കാൽ സൈസ് അതുമേ വെക്കുമ്പോഴേക്കും ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. സോ കുറച്ചുകൂടി വൈഡർ ആയിട്ടുള്ള ഫുഡ് പെഗ് വേണമെന്ന് എനിക്ക് തോന്നി. ഒരു മെറ്റാലിക് ആയിട്ടുള്ള കുറച്ചുകൂടി ഗ്രിപ്പുള്ള ഒരു വൈഡർ ഫുഡ് പെഗ് വെച്ചു. ഇത് ഏകദേശം 2499 റുപ്പീസാണ് വന്നത്. സോ വൈഡർ ഫുഡ് പെഗ് വെച്ചുകൊണ്ടും എൻ്റെ കാര്യം വലുതായതുകൊണ്ടും ഒരു ബ്രേക്കിൻ്റെ മുകളിൽ വെക്കുന്ന ആ ഒരു ഇതും ബ്രേക്ക് എക്സ്റ്റെൻഡറും കൂടി ഞാൻ വെച്ചിട്ടുണ്ട്. ബ്രേക്ക് എക്സ്റ്റെൻഡർ മെറ്റാലിക് ആണ്. അത് ഏകദേശം 1499 റുപ്പീസാണ് വന്നത്. പിന്നെ ഈ ഒരു വണ്ടിക്ക് സെൻറ്റർ സ്റ്റാൻഡ് ഇല്ല, സൈഡ് സ്റ്റാൻഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ വണ്ടി ബൾക്കിയാണ്, അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ വെക്കുമ്പോൾ വണ്ടിയുടെ സ്റ്റാൻഡ് കുഴിഞ്ഞു പോകാറുണ്ട്, വണ്ടി മറിഞ്ഞു പോകാറുണ്ട്. അങ്ങനെ വരാതിരിക്കാനായിട്ട് സ്റ്റാൻഡിൻ്റെ അടിയിലായിട്ട് സ്റ്റാൻഡ് എക്സ്റ്റെൻഡർ കിട്ടും. ഏകദേശം 1499 രൂപയാണ് ഈ ഒരു സ്റ്റാൻഡ് എക്സ്റ്റെൻഡറിൽ വരുന്നത്. ഓൾറെഡി നിങ്ങളുടെ സ്റ്റാൻഡിൻ്റെ മുകളിൽ തന്നെ ഫിറ്റ് ചെയ്യുന്ന അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സർഫേസിലും കുറച്ച് മണ്ണുള്ള സ്ഥലത്താണെങ്കിൽ പോലും സുഖമായിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകാവുന്നതാണ്. വീഴും എന്നുള്ള പേടി വേണ്ട. കുറച്ചുകൂടി ഒരു അപ്ഡേറ്റ് പൊസിഷനിലായിരിക്കും വണ്ടി ഇരിക്കുന്നത്. ടൂറിങ് പോകുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 80-90 സ്പീഡിലൊക്കെ ഹൈവേയിൽ നിങ്ങൾ ഓടിക്കുമ്പോൾ തന്നെ കുറച്ചുകൂടി ഹയർ വണ്ടിയാണെന്നുള്ളതുകൊണ്ട് മുഖത്തേക്ക് കാറ്റടിക്കുന്നത് ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും. പ്രത്യേകിച്ചും ലൂസായിട്ടുള്ള ഹെൽമെറ്റൊക്കെ വെക്കുവാണെങ്കിൽ നന്നായിട്ട് ആ ഒരു കാറ്റ് ഫീൽ ചെയ്യും. ഓൾറെഡി സ്റ്റോക്കായിട്ടൊരു വൈസർ അഥവാ ഫ്രണ്ടിലുള്ള ആ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് BMW. പക്ഷേ അത് വലിയ നീട്ടമൊന്നുമില്ല. സോ ഞാൻ ഒരു ടൂറിംഗ് വൈസറിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. പല കമ്പനീസിൻ്റെ ടൂറിംഗ് വൈസർ ഉണ്ട്, ലോങ് ആയിട്ടുള്ള ടൂറിംഗ് വൈസറൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ലോങ്ങും അല്ല തീരെ ഷോർട്ടും അല്ല, ഒരു മീഡിയം സൈസുള്ള ഒരു സ്മോക്ഡ് കളറുള്ളൊരു ടൂറിംഗ് വൈസറാണ് ഞാൻ വെച്ചത്. ഇതിന് ഏകദേശം 2390 രൂപയാണ് ഈ ഒരു ടൂറിംഗ് വൈസറിന് വന്നത്. ഇനി ടൂർ പോകുന്ന സമയത്ത് നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ഒരു GPS അഥവാ നമ്മുടെ ഫോൺ മൗണ്ട് ചെയ്യാനായിട്ട് പറ്റണം. സോ ഫോൺ മൗണ്ട് ചെയ്യുമ്പോൾ പല വീഡിയോസ് നിങ്ങൾ കണ്ടു കാണും, റോഡിൽ കൂടെ പോകുന്ന സമയത്ത് അടുത്തുള്ള ആൾ ഫോൺ ഇങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ടൊക്കെ പോകുന്നത്. സോ അത്തരത്തിലുള്ള മൗണ്ടുകൾ വെക്കാതെ ഞാൻ വെച്ചിരിക്കുന്നത് ബോബോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ BM10H Pro എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ ഓപ്പൺ ചെയ്ത് ഫോൺ അകത്ത് വെച്ച് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു മൊബൈൽ ഹോൾഡറാണ്. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ 1, ഇത് നമുക്ക് അകത്ത് വെച്ച് അടച്ചു വയ്ക്കാം. മഴയൊക്കെ വീഴുന്ന സമയത്ത് ഫോണിൽ നിന്നും പറ്റില്ല. 2, ഇതിനകത്ത് കൂടെയും ടച്ച് ചെയ്യാനായിട്ട് പറ്റും. 3, ആരെങ്കിലും അടിച്ചു മാറ്റിക്കൊണ്ട് പോകാതിരിക്കാനായിട്ട് പ്രൊട്ടക്ഷനും കൂടെ കിട്ടും. പ്ലസ് സൈഡിലൊരു ഓട്ടയുണ്ട്, അതിൽ കൂടെ നിങ്ങൾക്ക് ചാർജിങ് കേബിൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റും, ഫോൺ ചാർജ് ചെയ്യാനായിട്ടും പറ്റും. ഇതിന് ഏകദേശം 2499 റുപ്പീസാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാൻഡിലിൽ തന്നെ മൗണ്ട് ചെയ്യാം. പക്ഷേ ഹാൻഡിൽ മൗണ്ട് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ വരും. പ്ലസ് ഒരു ചെറിയ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഹാൻഡിലിന് ആ ഒരു സാന്ത്വമേലായിരിക്കും വീഴുന്നത്. അതുകൊണ്ട് വൈസറിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മൊബൈൽ ഹോൾഡർ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് നിങ്ങൾക്ക് ഒരു വൈബ്രേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മൗണ്ട് വേണം. ഏകദേശം 1599 രൂപയാണ് ഈ ഒരു വൈബ്രേഷൻ ഹാൻഡിൽ ചെയ്യുന്ന മൗണ്ടിന് വരുന്നത്. സോ അത് നിങ്ങളുടെ വൈസറിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നിങ്ങളുടെ മൊബൈൽ ഹോൾഡർ ഫിറ്റ് ചെയ്യേണ്ടത്. സോ ഈ ഒരു ക്യാമറയൊക്കെ OIS ഉള്ള ക്യാമറയൊക്കെ വെച്ചിട്ട് ഓടിക്കുമ്പോൾ അതിങ്ങനെ ആടി ക്യാമറ കേടാവില്ലേ, അത് നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചില ആൾക്കാർ, എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ കൈ വേർക്കും, അതായത് ചൂടത്തൊക്കെ വണ്ടി ഓടിച്ച് പോകുന്ന സമയത്ത് കൈ വേർക്കാറുണ്ട്. സോ ഹാൻഡിൽ നമ്മളിങ്ങനെ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് കൈ വേർക്കുന്നതുകൊണ്ട് മെല്ലെ ആ ഒരു സ്ലിപ്പ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രിപ്പ് കുറച്ചുകൂടി കിട്ടാനായിട്ട് ഗ്രിപ്സ് എക്സ്ട്രാ ഇടാനായിട്ട് പറ്റും. സോ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഗ്രിപ്പാണ്, ഗ്രിപ്പ് പപ്പീസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, ഏകദേശം 2000 റുപ്പീസാണ്, 1000 റുപ്പീസ് പെർ ഇതാണ് വരുന്നത്. എങ്കിലും ഭയങ്കര യൂസ്ഫുള്ളാണ്. കൈ വേർത്ത് കഴിഞ്ഞാലും അബ്സോർബ് ചെയ്യും. ആൻഡ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് അത് ഉണങ്ങിപ്പോവും. ആൻഡ് കയ്യിൽ ഹോൾഡ് ചെയ്യാനായിട്ടും കംഫർട്ടബിൾ ആണ്. ലോങ് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ജസ്റ്റ് ത്രോട്ടിൽ കൊടുത്ത് പോകുമ്പോൾ തന്നെ നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. സോ ഗ്രിപ്പ് പപ്പീസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ് അത്. ഇനി പൊതുവെ നമ്മൾ ടൂർ പോകുന്ന സമയത്ത് നമ്മൾ
നമ്മൾക്ക് ലഗേജ് ഉണ്ടാവും. ആൻഡ് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ലഗേജാണ് ടാങ്ക് ബാഗ്, അഥവാ നമ്മുടെ ടാങ്കിൻ്റെ മുകളിൽ തന്നെ ഫിറ്റ് ചെയ്യുന്നൊരു ബാഗ്. ഇത് ഗാർഡിയൻ ഗിയേഴ്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ 28 ലിറ്റേഴ്സിൻ്റെ ഒരു ടാങ്ക് ബാഗാണ്. ഈ ടാങ്ക് ബാഗിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഒന്ന്, ഇത് മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ടാങ്ക് ബാഗാണ്. സോ കെട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക്കലി അറ്റാച്ച് ആവും. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ അറ്റാച്ച്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് കെട്ടി വെക്കാം, അല്ലെങ്കിൽ നോർമൽ ബാഗൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, ഇതിൻ്റെ മാഗ്നറ്റ് ഈ ഒരു വണ്ടിയുടെ ബോഡി ഫുൾ മെറ്റൽ അല്ലല്ലോ, കുറച്ച് ഫൈബറൊക്കെ ആയതുകൊണ്ട് തന്നെ അത് ഒട്ടിപ്പിടിക്കുമ്പോൾ കുറച്ച് സ്ട്രെങ്ത് കുറവുണ്ട്. ബട്ട് നോർമൽ ലോക്കലൊക്കെ പോകുന്ന സമയത്ത് പ്രശ്നമില്ല. ബട്ട് ടൂർ പോകുന്ന സമയത്ത് അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന അറ്റാച്ച്മെൻറ്റ് വഴി കെട്ടി വെച്ച് കഴിഞ്ഞാലും ഭയങ്കര യൂസ്ഫുൾ ആണ്. ഫ്രണ്ടിൽ മൊബൈൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്, അകത്തും സ്പേഷ്യസ് ആണ്, റെയിൻ കവറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിറേഴ്സ് കാണാൻ എസ്തെറ്റിക്കലി പ്ലീസിങ് ആണെങ്കിലും ഓടിക്കുന്ന സമയത്ത് ബാക്കിലുള്ള വണ്ടികൾ കാണും, പക്ഷേ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. അതായത് നമ്മുടെ ഈ സൈഡിൽ, അതായത് ഇപ്പോൾ ആ നിയോൺ ടെക് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു സൈഡിൽ ഒരു വണ്ടി വരുവാണെങ്കിൽ പെട്ടെന്ന് മിറർ കാണില്ല. ഇല്ലെങ്കിൽ ഈ ഒരു കബോർഡ് ഇരിക്കുന്ന സ്ഥലത്ത് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയാണെങ്കിൽ കാണില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഒരു വൈഡ് ആംഗിൾ കിട്ടാനായിട്ടൊരു കോൺവെക്സ് മിറർ ഞാൻ വെച്ചിട്ടുണ്ട്. ഇത് നിസ്സാര പൈസയേ ഉള്ളൂ. വെൽ, ടാങ്ക് ബാഗിൻ്റെ പ്രൈസ് പറഞ്ഞില്ല. ടാങ്ക് ബാഗ് 3499 റുപ്പീസാണ് വന്നത്. ആൻഡ് അതിൽ നിന്ന് ഒരു ഡിജിറ്റ് മാറ്റി 349 റുപ്പീസാണ് സൈഡിലുള്ള മിറേഴ്സിന് വന്നത്. ഈ ജസ്റ്റ് 3M ടേപ്പ് വെച്ച് നമുക്ക് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും, പല ആംഗിളിൽ അഡ്ജസ്റ്റ് ചെയ്യാം. സോ യൂസ്ഫുൾ ആണ് ബ്ലൈൻഡ് സ്പോട്ടുകൾ കവർ ചെയ്യാൻ. ഇനി ലാസ്റ്റ്ലി ടൂർ പോകുന്ന സമയത്ത് ലഗേജ് കൊണ്ട് നടക്കാനായിട്ട് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ടോപ്പ് ബോക്സ്. യെസ്, പുറകിൽ വെക്കാൻ പറ്റുന്ന ബോക്സ്. LGP എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഗ്രാഫിക്സ് ഉള്ള ഒരു ടോപ്പ് ബോക്സ് ആണ് വെച്ചിരിക്കുന്നത്. വണ്ടിയുടെ തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു ഗ്രാഫിക്സ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ 45 ലിറ്റേഴ്സ് ആണ്, അകത്ത് നല്ല സ്പേഷ്യസ് ആണ്, പ്ലസ് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അകത്ത് വെള്ളം കയറില്ല, കുറേ സോക്കറ്റ്സ് പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സ്റ്റേഡിയാണ്, ലോക്കിംഗ് മെക്കാനിസം ഉണ്ട്. താക്കോല് വെച്ച് നിങ്ങൾക്ക് വണ്ടിയിലും അതേപോലെ പെട്ടിയും ലോക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 12,999 റുപ്പീസാണ്. ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എപ്പോഴും വെച്ച് നടക്കേണ്ട ആവശ്യമില്ലെങ്കിൽ താഴത്തെ ലോക്ക് ഊരിയിട്ട് ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഊരി മാറ്റി വെക്കാവുന്നതാണ്. ഒരു പ്ലേറ്റ് ഉണ്ട് നമുക്ക് ബാക്കിൽ ഈ ഒരു സാധനം അറ്റാച്ച് ചെയ്യാനായിട്ട്, പ്ലേറ്റ് കൂടെ വരുന്നതാണ്. ആ ഒരു പ്ലേറ്റ് വെച്ച് നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ കയറ്റി ജസ്റ്റ് വെച്ചാൽ മതി, ആവശ്യമില്ലാത്തപ്പോൾ അത് ഊരി വെക്കാനായിട്ടും പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് വണ്ടിയുടെ സേഫ്റ്റിക്കും ലഗേജും കാര്യങ്ങൾക്കായിട്ട് ഞാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ. പക്ഷേ വണ്ടി മാത്രം സേഫ് ആയാൽ പോരാ, നമ്മളും സേഫ് ആവണം. ബേസിക്കായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇൻ കേസ് നമ്മൾ വണ്ടിയിൽ നിന്ന് വീഴുവാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മുടെ എൽബോ കുത്താറുണ്ട്, ഷോൾഡർ കുത്താറുണ്ട്, ചെസ്റ്റ് അടിച്ച് വീഴാറുണ്ട്, ബാക്ക് അടിച്ച് വീഴാറുണ്ട്. സോ ഷോൾഡർ പ്രൊട്ടക്ഷൻ വേണം, എൽബോയ്ക്ക് പ്രൊട്ടക്ഷൻ വേണം, ചെസ്റ്റിന് പ്രൊട്ടക്ഷൻ വേണം, ബാക്കിന് പ്രൊട്ടക്ഷൻ വേണം. സോ ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് സൊളേസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ V3 അർബൻ ജാക്കറ്റ് V3 എന്ന് പറഞ്ഞ ജാക്കറ്റാണ്. ഇതിന് ലെവൽ 2 പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ഷോൾഡർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഇത് കയ്യിൽ എൽബോ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, പ്ലസ് ഫ്രണ്ടിൽ ഇവിടെയായിട്ട് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഫ്രണ്ടിൽ ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ കുറേ ബക്കിൾസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് റിഫ്ലക്റ്റീവ് സ്റ്റിക്കറാണ് കേട്ടോ, ബാക്കിലും റിഫ്ലക്റ്റീവ് സ്റ്റിക്കർ ഉണ്ട്. ആൻഡ് ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഫുൾ മെഷ് ടൈപ്പാണ്, കണ്ടില്ലേ, ഇത് ആർമറാണ് കാണുന്നത്. സോ മെഷ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബ്രീത്തബിൾ ആണ്, ഓൾ വെതറിൽ യൂസ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ആർമർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഊരി എടുത്ത് മാറ്റാനായിട്ടും പറ്റും. സോ നോർമൽ സമ്മറിലൊക്കെ നിങ്ങൾ ഓടിച്ച് പോവുകയാണെങ്കിൽ നല്ലൊരു ചൂടുണ്ടെങ്കിൽ ബാക്കിലും ഫ്രണ്ടിലുള്ള ആർമർ മാറ്റിയിട്ട് സൈഡ് ആർമർ മാത്രമായിട്ട് വെച്ച് യൂസ് ചെയ്യാം. അല്ല ഫുള്ള് വേണമെങ്കിൽ ഫുള്ള് വെക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് പോക്കറ്റും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു റെയിൻ കവറും കൂടെ കിട്ടുന്നുണ്ട്, ഒരു റെയിൻ കോട്ടും കൂടെ കിട്ടുന്നുണ്ട്. സോ അത് ഡയറക്റ്റ് വാട്ടർ പ്രൂഫ് അല്ല, പക്ഷേ റെയിൻ കോട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ടർ പ്രൂഫ് ആക്കാം. സോ സേഫ്ടെക് C ലെവൽ 2 ആർമർ പ്രൊട്ടക്ഷൻ ആണ്. ബേസിക് ആയിട്ടുള്ള ആ ഒരു പ്രൊട്ടക്ഷൻ എങ്കിലും വേണം. ഇതിന് ഏകദേശം എത്രയാണ്, 7,950 റുപ്പീസാണ് ജാക്കറ്റിന് മാത്രം വരുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ജാക്കറ്റിൻ്റെ പാൻറ്റും കൂടെ മേടിക്കാം. ഞാൻ കറൻ്റ്ലി പാൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ജാക്കറ്റ് പാൻസും കൂടി ആർമറുള്ള വെക്കുവാണെങ്കിൽ നല്ലതാണ്. പ്രധാനപ്പെട്ട വേറൊരു കാര്യം നമ്മൾ പറയാൻ മറന്നുപോയി, കൈ കുത്തി വീഴുന്ന സമയത്ത് കൈയിൻ്റെ ഉള്ളിലും നക്കിൾസും പൊട്ടാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലൗസ് ആവശ്യമാണ്. അപ്പോൾ ഇത് പ്രോ ബൈക്കർ എന്ന് പറഞ്ഞ ഒരു ഗ്ലൗസ് ആണ്. പ്രോ ബൈക്കറിൻ്റെ ഗ്ലൗസിൽ കണ്ടോ, ഇവിടെ നക്കിൾസിൻ്റെ അവിടുത്തെ ഗാർഡ് കിട്ടുന്നുണ്ട്, പ്ലസ് ഫിംഗേഴ്സിൻ്റെ അവിടെ ഗാർഡ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കൈ കുത്തി വീഴുവാണെങ്കിൽ അവിടുത്തെ ഗാർഡ് ഉണ്ട്. ആൻഡ് ബ്രീത്തബിൾ ആണ് സാധനം, വെൽക്രോ ആണ്. ഞാൻ എൻ്റെ ആദ്യത്തെ ബൈക്ക് പർച്ചേസ് ചെയ്തപ്പോൾ മേടിച്ചാണ്. ഇതിന് അധികം വിലയൊന്നുമില്ല, 399 റുപ്പീസ് മാത്രമാണ് വരുന്നത്. ഒരു എന്താ പറയുക, കുറഞ്ഞ ബഡ്ജറ്റിൽ നല്ലൊരു സേഫ്റ്റി തരുന്ന ഒരു സാധനമായിട്ടാണ്. ഇത്രയും വർഷമായിട്ടും കുഴപ്പമൊന്നുമില്ലാതെ ഓടുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഗുഡ് പർച്ചേസ്. ഇവിടെയായിട്ട് കണ്ടില്ലേ, നിങ്ങൾക്ക് ചെറിയ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് തെന്നി പോവാതിരിക്കാനായിട്ട്. അപ്പോൾ ബോഡിയായി, കൈയായി, റിസ്റ്റായി, വണ്ടിയായി, ഇനി അടുത്ത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ തലയാണ്. യെസ്, ഹെൽമെറ്റ് എപ്പോഴും മേടിക്കുന്ന സമയത്ത് നല്ലൊരു ഹെൽമെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ പരിക്ക് വന്നു കഴിഞ്ഞാലും നമ്മുടെ തല അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല. സോ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇത് MTയുടെ തണ്ടർ 3, അതായത് ഇതിൻ്റെ ശരിക്കും പേര് തണ്ടർ 3 പ്രോ ബ്ലേസ് എന്നാണ്. വണ്ടിയുമായിട്ട് മാച്ച് ആവുന്ന ഒരു എസ്തെറ്റിക് ഉള്ളൊരു ഹെൽമെറ്റാണ് വാങ്ങിച്ചത്. ഇത് EC സർട്ടിഫൈഡ് ആണ്, ഡോട്ട് സർട്ടിഫൈഡ് ആണ്.
അതേപോലെ ISI സർട്ടിഫൈഡ് ആണ്. ഏകദേശം ഒരു 1.5 കിലോളം വെയിറ്റ് ഉണ്ടെങ്കിലും ഇതിനകത്ത് എന്താ പറയുക, സകലമാന പാഡിങ് ഉണ്ട്. പ്ലസ് ഇവിടെ കണ്ടോ ഇവിടെ ഒരു ലിവർ ഉണ്ട്. സോ അതിങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ, പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു സൺവൈസർ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ കൂളിംഗ് ഗ്ലാസ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും സ്പെക്സ്, എന്നെ പോലെ സ്പെക്സ് യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ മുകളിൽ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട്. അല്ലെങ്കിൽ പവർ കൂളിംഗ് ഗ്ലാസ് മേടിക്കണം. അവർക്ക് ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൺവൈസറും കൂടെ കിട്ടുന്നുണ്ട്. സോ ഡേ ടൈമിൽ സൺവൈസർ വെച്ച് യൂസ് ചെയ്യാം, നൈറ്റ് ടൈമിൽ ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് നല്ലൊരു നോയ്സ് ഐസൊലേഷൻ കിട്ടുന്നുണ്ട്. പ്ലസ് മുകളിലായിട്ട് നിങ്ങൾക്ക് എയർ വെൻറ്റ് കിട്ടുന്നുണ്ട്, താഴെയായിട്ട് എയർ വെൻറ്റ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രാപ്പ് കണ്ടില്ലേ, ഡബിൾ ഡി ബക്കിലുള്ള സ്ട്രാപ്പാണ്. നോർമൽ ഇങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന സ്ട്രാപ്പല്ല, ഡബിൾ ഡി ബക്കിലുള്ള സ്ട്രാപ്പാണ്. സൈഡിൽ ചിൻ പ്രൊട്ടക്ഷൻ ഉണ്ട്, ഹെഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് വേണമെങ്കിൽ ചിൻ പ്രൊട്ടക്ഷനൊക്കെ നിങ്ങൾക്ക് ഊരി വെക്കാവുന്നതാണ്. ഓവറോൾ നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഹെൽമെറ്റാണ്. ഇതിൻ്റെ ബാക്കിൽ ഒരു ഭാഗം കൂടി ഉണ്ട്, അത് കുറച്ചുകൂടി ഇങ്ങനെ തള്ളിയിരിക്കും. സോ ഒരാൾ ബാക്കിലിരിക്കുകയാണെങ്കിൽ അവരുടെ തലയിലേക്ക് അത് മുട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഒരു എക്സ്റ്റെൻഡ് സാധനം നോക്കുക, സ്ക്രൂ ഉണ്ട്, അത് ഊരി വെച്ചതാണ്. ഇതും വേണമെങ്കിൽ ഊരി വെക്കാം, പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലെ വരും. അത് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഊരാത്തത്. ആൻഡ് ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 6,800 റുപ്പീസാണ്. അത് ടൂറിംഗ് ഹെൽമെറ്റാണ്. 80 കിലോമീറ്ററിലൊക്കെ ഓടിച്ചു കഴിഞ്ഞാലും യാതൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ ലോക്കൽ സിറ്റിയിൽ ഓടുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ഹെൽമെറ്റും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റിൽ ഞാൻ വാങ്ങിച്ച വേറൊരു ഹെൽമെറ്റാണിത്. ഇത് വേഗയുടെ ലാർക്ക് ട്വിസ്റ്റ് ബ്ലാക്ക് റെഡ് എന്ന് പറഞ്ഞൊരു ഹെൽമെറ്റാണ്. അതിവിടെ നിയോൺ എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ. ഇതൊരു ഹാഫ് ഫേസ് ഹെൽമെറ്റാണ്. ഹാഫ് ഫേസ് ഹെൽമെറ്റ് ഞാൻ പ്രൊമോട്ട് ചെയ്യില്ല യൂസ് ചെയ്യാനായിട്ട്. കാരണം താടിയൊക്കെ ഇടിച്ച് വീണ് കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകും. ഫുൾ ഫേസ് തന്നെ യൂസ് ചെയ്യുക. പക്ഷേ ലോക്കലിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം, അത്യാവശ്യം വെച്ചിട്ടൊക്കെ പോകണം, അടുത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഹെൽമെറ്റ് യൂസ്ഫുൾ ആയിരിക്കും. ഇത് വലിയ പ്രൈസ് ഒന്നുമില്ല. ഇത് 1,490 റുപ്പീസ് മാത്രമാണ് ISI മാർക്കുള്ള ഒരു ഹെൽമെറ്റ്. ഇതിനകത്ത് വൈസറും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് ഈ ഒരു വൈസർ മാത്രമേ ഉള്ളൂ. പിന്നെ കാര്യമായിട്ടുള്ള പാഡിംഗ് ഒന്നുമില്ല. ഇതൊക്കെ വെച്ചിട്ട് ഹൈവേയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ വിറയ്ക്കും. സോ അങ്ങനത്തെ ഒരു ഹെൽമെറ്റാണ്. ആൻഡ് ഞാൻ പറഞ്ഞില്ല, മറ്റേതിൽ ഡബിൾ ഡി ബക്കിളാണ്, ഇതിൽ സാധാ ബക്കിളാണ്. കണ്ടില്ലേ, ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനത്തെ ബക്കിൾ. ഈ ഒരു ബക്കിളിൻ്റെ പ്രശ്നം, പെട്ടെന്ന് വീഴുന്ന സമയത്ത് ഇതിങ്ങനെ തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡബിൾ ഡി യൂസ് ചെയ്യുന്നത്. ഡബിൾ ഡി ആണെങ്കിൽ ഊരി പോകില്ല തലേന്ന്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന ആക്സറീസ്. ആൻഡ് ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് വരുന്നത് 90,935.5 ആണ്. അപ്പോൾ മൊത്തം നിങ്ങളുടെ ബൈക്ക് ആക്സറീസ് പ്ലസ് ബൈക്കിൻ്റെ കോസ്റ്റ് നോക്കുവാണെങ്കിൽ 5,31,509.5 റുപ്പീസോളമാണ് ഈ ഒരു ബൈക്കിന് വിത്ത് ആക്സറീസ് നമുക്ക് പ്രൈസ് വരുന്നത്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബാക്ക് സൈഡിൽ മഡ് ഗാർഡ് ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ കൂടെ ഓടിക്കുമ്പോൾ ബാക്കിലുള്ള ആൾക്കാർക്ക് പുറകിൽ ചെളി അടിച്ച് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടൊരു ടയർ ഹഗറും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് ഡീമൺ ടയർ ഹഗർ 2 ആണ്. ഇതിൻ്റെ പ്രൈസ് 3,699 റുപ്പീസാണ് വരുന്നത്. ഓക്കെ, ഇനി ബൈക്കിൻ്റെ പ്രൈസ് കഴിഞ്ഞു, ബൈക്കിൻ്റെ ആക്സറീസിൻ്റെ പ്രൈസ് കഴിഞ്ഞു, ഫസ്റ്റ് സർവീസും ഇപ്പോൾ കഴിഞ്ഞു. എങ്ങനെയാണ് ഫസ്റ്റ് സർവീസ് എക്സ്പീരിയൻസ് പ്ലസ് എത്രയാണ് പ്രൈസ് വന്നത്? സർവീസ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണോ? സോ സർവീസ് ബേസിക്കലി അവർ തന്നെ ഫോൺ വിളിച്ചു, 8-ാം തീയതിയാണ് 1 മന്ത് ആവുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ വിളിച്ചു. അപ്പോൾ നമ്മളൊരു ലിങ്ക് വരും, ലിങ്ക് വഴി നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്യണം. ആ ഒരു സ്ലോട്ട് ഞാൻ ബുക്ക് ചെയ്തു. 11 o'clock സ്ലോട്ടാണ് ബുക്ക് ചെയ്തത്. സോ 11 o'clock ഞാൻ അവിടെ എത്തിയപ്പോൾ തന്നെ എക്സിക്യൂട്ടീവ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ട് എന്താണ് വണ്ടിയുടെ പ്രശ്നങ്ങളൊക്കെ നോക്കി, കാര്യങ്ങളൊക്കെ എല്ലാം ചോദിച്ചു മനസ്സിലാക്കി. ആൾ കിലോമീറ്ററും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്തിട്ട് വണ്ടി മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അവിടെ കാഫറ്റീരിയ ഉണ്ട് അതിനകത്ത് തന്നെ. സോ അവിടെ ഞാനിരുന്ന് വെയിറ്റ് ചെയ്യുമായിരുന്നു. ആൾ വണ്ടിയും കൊണ്ടുപോയി. ഫസ്റ്റ് സർവീസിൽ പ്രധാനമായിട്ടും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറയാം. ഒന്ന്, എൻജിൻ ഓയിൽ ഒഴിക്കും. ഇതിന് മുന്നേ വണ്ടി കിട്ടുന്ന സമയത്ത് നമുക്ക് സിന്തറ്റിക് ഓയിലോ അങ്ങനെ എന്തോ സാധനമാണ് വരുന്നത്. അത് ഫുൾ മാറ്റിയിട്ട് ഷെല്ലിൻ്റെ ഓയിലാണ് 15W50 അഡ്വാൻസ് ടെക് പ്രോ എന്ന് പറഞ്ഞ ഓയിൽ 2 ലിറ്റർ ഒഴിച്ചിട്ടുണ്ട്. അതിന് ഏകദേശം 1,691.52 ആണ് വന്നത്. പിന്നെ ബ്രേക്ക് ക്ലീനർ ഉണ്ട്, അതിന് ബ്രേക്ക് ക്ലീനറിന് 196.97. പിന്നെ ചെയിൻ ക്ലീനർ 152.54, ചെയിൻ സ്പ്രേ 190.68, ഓറിങ് 9.75 റുപ്പീസും വന്നിട്ടുണ്ട്. പിന്നെ ഓയിൽ ചേഞ്ച് ഇൻ എൻജിൻ വിത്ത് ഫിൽറ്റർ, അതിൻ്റെ പ്രൈസ് 571.68, ഓയിൽ ഫിൽറ്ററിന് 274.15, ഗ്യാസ്കറ്റ് റിങ്ങിന് 110.17 വന്നു. പിന്നെ BMW നോർമൽ പെർഫോമൻസ് ടെസ്റ്റ് ഉണ്ട്, ഡയഗ്നോസ്റ്റിക്, അതിന് ഏകദേശം 381.12 രൂപയാണ് വന്നത്. ആൻഡ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് BMW റൺ ചെയ്ത് നോക്കും. അവർ റണ്ണിങ് ചെക്ക് ഉണ്ട്. റണ്ണിങ് ചെക്കിന് വന്നത് 952.80 റുപ്പീസാണ്. ആൻഡ് ഇതിന് ചെയിൻ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യും. അവർ ചെയിൻ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 381 റുപ്പീസാണ് വന്നത്. നോർമലി വേറെ ചില ഷോറൂമുകളിൽ വാഷിങ്ങിനും എക്സ്ട്രാ എടുക്കും. ആ പെർട്ടിക്കുലർ ഷോറൂമിൽ വാഷിംഗ് ഇല്ല, ജസ്റ്റ് ക്ലീനിങ് മാത്രമേ ഉള്ളൂ. വാഷിംഗ് നമ്മൾ പറയുവാണെങ്കിൽ അവർ ചെയ്ത് നമുക്ക് തരുന്നതായിരിക്കും. പക്ഷേ ഉടനെ തന്നെ കിട്ടില്ല, 1 day ഡിലേ എടുക്കും.
അപ്പോൾ അല്ലെങ്കിൽ മോർണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഈവനിങ്ങേ കിട്ടുള്ളൂ, അല്ലാണ്ട് 3 hours 4 hours കിട്ടില്ല. വാഷിംഗ് അപ്പോൾ വേണ്ട, ജസ്റ്റ് ക്ലീനിങ് മാത്രം മതി എന്ന് പറഞ്ഞു. സോ ടോട്ടൽ കോസ്റ്റ് വന്നത് 5797 റുപ്പീസാണ് ഫസ്റ്റ് സർവീസിന് വന്നത്. പക്ഷേ മറ്റ് ബ്രാൻഡുകളുടെ വണ്ടിക്ക് പോലെ ഇതിനുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് സർവീസ് 1 month അല്ലെങ്കിൽ 1000 kilometers ആണ്. സെക്കൻഡ് സർവീസ് വരുന്നത് 1 year അല്ലെങ്കിൽ 10,000 kilometers ആണ്. അല്ലാതെ 6 മാസം കൂടുമ്പോൾ 3 മാസം കൂടുമ്പോൾ ഉള്ള സർവീസ് ഈ ഒരു വണ്ടിക്കില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഒരു ഇയർ വന്ന സർവീസ് എന്ന് പറയുന്നത് 5000 റുപ്പീസിൻ്റെ ആണ്. ഇനി അടുത്ത 10,000 കിലോമീറ്റേഴ്സിന് സർവീസ് ചെയ്യുമ്പോഴാണ് എനിക്ക് അടുത്ത കോസ്റ്റ് വരുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സർവീസ് കോസ്റ്റ് തന്നെയാണ് എനിക്ക് ഒരു വണ്ടിക്ക് തോന്നിയത്. നോക്കി കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ്, ഇപ്പോൾ തന്നെ 28 മിനിറ്റോളം ഞാൻ സംസാരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ BMW. ഈ ആക്സറീസൊക്കെ ഞാൻ വാങ്ങിച്ചത് പല കടയിൽ നിന്നാണ്. ഇപ്പോൾ ബാംഗ്ലൂരിൽ 2-3 ഷോപ്സ് ഉണ്ട്. എല്ലാ ഷോപ്പിൻ്റെയും പേരൊന്നും പറയുന്നില്ല, കാരണം പല ഷോപ്പുകളും പല എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് ഞാൻ ഷോപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ബട്ട് ഇതൊക്കെയാണ് ഞാൻ വെച്ചിരിക്കുന്ന ആക്സറീസ്. നിങ്ങൾക്ക് ഏതാണ് നല്ല ബ്രാൻഡ് തോന്നുന്നത്, നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അത് നോക്കി വെച്ചാൽ മതി. ബട്ട് ഇതൊക്കെ മാൻഡേറ്ററി ആയിട്ടും വെച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ആൻഡ് ഇത്രയേ ഉള്ളൂ എൻ്റെ BMW G310 GSൻ്റെ ഒരു ആക്സറീസ് ആൻഡ് സർവീസ് എക്സ്പീരിയൻസ്. റിവ്യൂ വീഡിയോ ഒന്നും ചെയ്യാൻ അറിയില്ല, ബൈക്കിന് റിവ്യൂവും കാര്യങ്ങളൊക്കെ വേണോ, അതെന്താണ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ അത്രയുള്ള ഒരു വീഡിയോ, അടുത്ത വീഡിയോ കാണാം. ബൈ.